ധാത്രിക ഭാഗം 19. എന്തോ ശബ്ദം കേട്ട് അലി എഴുന്നേറ്റ്. മറ്റുള്ളവർ ഉറക്കത്തിലാണ്. അയാൾക്ക് എന്തോ സംശയം ഉടലെടുത്തു. അയാൾ എഴുന്നേറ്റ് കടൽക്കരയിലേക്ക് ചെന്നു. അവിടെ അമീറിനെ കണ്ടില്ല. അയാൾക്ക് എന്തോ പന്തികേട് തോന്നി. അമീർ! അയാൾ ഉറക്കെ വിളിച്ചു. പക്ഷെ ആരും വിളി കേട്ടില്ല. അയാൾ കരയുടെ അപ്പുറത്തെ വശത്തേക്ക് ചെന്നു. അവിടെ ഒരു എയർബോട്ട് കാണാനില്ല. അയാൾക്ക് കാര്യം പിടി. ഉസ്മാൻ, ഫൈസൽ, സലീം, ജാബിർ, എവിടെ എല്ലാവരും? അയാൾ അലറി വിളിച്ചു. എല്ലാവരും ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു. ആത്രവും ഉറക്കച്ചടവോടെ കണ്ണു തുറന്നു നോക്കി. എന്തോന്ന് ഇത്? ഇയാൾക്ക് പാതിരാത്രി നട്ടപ്രാന്ത് ഇളകിയോ? അതൊരു സ്വയം ചോദിച്ചു. അലി കോപത്തോടെ അകത്തേക്ക് കയറി വന്നു. എല്ലാവരും ആയുധവുമായി അയാളുടെ അരികിലേക്ക് വന്നു. എന്ത് പറ്റി സാർ? അയാൾ ദേഷ്യത്തോടെ പല്ലു കടിച്ചു. എന്തു പറ്റിയെന്നോ? അമീർ നമ്മളെ ചതിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. അലി സാബ് എന്താ പറയുന്നത്? അതെ, അവനെ വിശ്വസിച്ച് നമ്മൾ അവൻ രാത്രി കാവലിനിരുത്തി. ആ അവസരം മുതലാക്കി എയർബോട്ടിൽ കയറി അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. സല കുത്ത! അയാൾ അരിശത്തോടെ മുഷ്ടി ചുരുത്തി. അത് കേട്ട് അതവന് സന്തോഷമായി. അവൻ അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ. ദൈവമേ, ഒരാപത്തും കൂടാതെ അവൻ ഏതെങ്കിലും കരയിൽ എത്തിക്കണേ ദൈവമേ, അത് പറഞ്ഞു. ഈ സമയം എല്ലാവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ ചെന്ന് പെട്ടാൽ ചോദ്യങ്ങൾ ഉയരും. അവൻ സത്യം തുറന്ന് പറഞ്ഞാൽ പോലീസ് നമ്മുടെ ഈ താവള കണ്ടെത്തും. അത് പാടില്ല. അലി ദേഷ്യത്തോടെ പറഞ്ഞു. ഞങ്ങൾ എന്താ പോസ്റ്റ് ചെയ്യേണ്ടത്? കൊല്ലണം അവനെ. എല്ലാവരും ഒന്ന് പകച്ചു. ആ ധ്രുവം തരിച്ചു നിന്ന് പോയി. എന്താ പറ്റില്ല നിങ്ങൾക്ക്? സാബ്, അത് ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ, അവനെ പിടിച്ചുകൊണ്ട് വന്നാൽ പോരെ? സലീം ചോദിച്ചു. അലി അവനെ തുറച്ചു നോക്കി. നമുക്ക് ആരോട് സഹതാപമോ സ്നേഹമോ പാടില്ല. മാനുഷിക മൂല്യങ്ങൾക്ക് അടിമപ്പെട്ടാൽ തോൽക്കേണ്ടി വരും. അത് പാടില്ല. ചതിക്കും മരണമാണ് മറുപടി. അവനെ തിരികെ കൊണ്ടുവന്നിട്ട് എന്തിന്? ഒരിക്കൽ രക്ഷപ്പെടാൻ ഒരുങ്ങിയവൻ പരാജയപ്പെട്ടാൽ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കും. വേണ്ടി വന്നാൽ ചതിക്കും. അത് വേണ്ട. ഇതെൻ്റെ ആജ്ഞ, പാലിച്ചേ പറ്റൂ. പോയി കണ്ടെത്തി വെട്ടി എറിഞ്ഞ് കടലിൽ തല്ല അവനെ. വടിവാൾ സലീമിന് നേരെ നീട്ടി അലി പറഞ്ഞു. സലീം ഒരു നിമിഷം നിശ്ചലമായി നിന്നു. പിന്നെ കൈകൾ ഉയർത്തി അത് വാങ്ങി. അയാൾ അവൻ്റെ കൈ വിറക്കുന്നത് കണ്ടു. അതർ കണ്ടു. ജി സാബ്. അതും പറഞ്ഞ് സലീമും ഉസ്മയിലും ഫൈസലും ഹാഷിമും പോയി. കടലോട് ചേർത്ത് കെട്ടിയിരുന്ന പൈലറ്റ് ബോർഡ് കടലിലേക്ക് ഇറക്കി 4 പേരും അതിൽ കയറി യാത്ര തിരിച്ചു. അലി ഇതെല്ലാം നോക്കി നിന്നു. അതർവിൻ്റെ സത്യത്തിൽ ചിരി വന്നു. ഒപ്പം ആശങ്കയും. ദൈവമേ, ആ പാവം പയ്യനെ ഇവരിൽ നിന്ന് രക്ഷിക്കണേ, അവൻ പറഞ്ഞു. കിടന്നിട്ട് മീനുവിന് ഉറക്കം വന്നില്ല. കുറേ സമയം തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. മടുത്തപ്പോൾ അവൾ എഴുന്നേറ്റ് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശത്ത് പൂനിലാവ് തിളങ്ങി നിൽക്കുന്നു. അവൾ സ്വയം മറന്നു നോക്കി. വെളുപ്പിന് 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി കിടന്നാലും ഉറക്കം വരില്ല. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. അവളുടെ മുഖം വിടർന്നു. ആ കുളിരേറ്റ് പതിയെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഉമ്മറവാതിൽ തുറന്ന് മുറ്റത്തിറങ്ങി. ഇരുളിൻ്റെ നിശബ്ദതയിൽ കടലിൻ്റെ ഇരമ്പൽ അവളുടെ കാതിലേക്ക് വന്ന് പതിച്ചു. തന്നെ വിളിക്കുന്നത് പോലെ അവൾ നടക്കാനൊരുങ്ങി. ഈ സമയം വെള്ളം കുടിക്കാനായി എഴുന്നേറ്റ നജീബ് മീനുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഒന്ന് സംശയിച്ച് ചെന്ന് നോക്കി. റൂമിൽ അവളെ കാണാഞ്ഞ് അവൻ ഭയന്നു. ഉമ്മർവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ പുറത്തേക്ക് ചെന്നു. മുറ്റത്ത് നിൽക്കുന്ന മീനുവിനെ കണ്ടപ്പോൾ അവന് ശ്വാസം നേരെ വീണു. മീനു! അവൻ്റെ വിളികേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എന്താ മീനു, എന്തിന് ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് തനിച്ച് വന്നേ, അവൻ പറഞ്ഞു. ഇല്ല നജീബ്, കിടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. അത് പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്കിടന്നാലും ഉറക്കം വരില്ല. നജീബ് മുറ്റത്തേക്ക് വന്നു. നജീബ് പോയി കിടന്നോളും. എനിക്കും ഏതായാലും ഇനി ഒരുക്കം വരാനൊന്നും പോകുന്നില്ല. അതും പറഞ്ഞ് അവൻ തിണ്ണയിലിരുന്നു. നല്ല ഇളങ്കാറ്റ് അവളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു. എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ ഈ കാറ്റും കൊണ്ടിരിക്കാൻ, അവൻ പുഞ്ചിരിച്ചു. ഇവിടെയല്ല, കടക്കാരെ പോയിരിക്കണം ഈ സമയത്ത്. ബഹുരസ. പരീക്ഷയുടെ സമയത്ത് പഠിക്കാനെന്നും പറഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി കടൽപ്പാലത്തിലിരിക്കും. കാറ്റും കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോഴും പറയാനുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ കടൽക്കരയിൽ പോയി കാറ്റും കൊണ്ടിരിക്കും. ഇടയ്ക്ക് കവിതയൊക്കെ എഴുതും. കാലത്ത് എനിക്കത് അയച്ചു തരികയും ചെയ്യും. കടലിൻ്റെ ഇരമ്പൽ പ്രകൃതിയുടെ താരാട്ടായി കാതിൽ മുഴങ്ങും. കുളിർക്കാറ്റിൻ്റെ തഴുകലേൽക്കുമ്പോൾ അമ്മയുടെ തലോടലായി തോന്നും. എല്ലാ വിഷമങ്ങളും വേദനകളും മറക്കാൻ അത് മതിയെന്നൊക്കെ. നജി വെള്ളം കേട്ടിരുന്നു. നമുക്കൊന്ന് പോകാം അവിടേക്ക്? അവളുടെ ചോദ്യം കേട്ട് അവൻ ആദ്യം ഒന്ന് വായ പൊളിച്ചു. പിന്നെന്താ, ഒരു മിനിറ്റ്. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് ചെന്നു. ഫോണും എടുത്ത് പുറത്തേക്ക് വന്നു. പിന്നെ ഇരുവരും നടന്നു.
കടൽ തീരത്തിലേക്ക്. അവിടെ നിന്ന് 2-3 മിനിറ്റ് നേരത്തെ നടത്തമേ വേണ്ടിയിരുന്നുള്ളൂ. ഇരുളിൻ്റെ ഏകാന്തതയും ആ നിശബ്ദതയും കടലിടുമ്പം അവൾ പുഞ്ചിരിച്ചു. ആ പ്രകൃതിയുടെ സംഗീതം മനോഹരം. അവൾ തീരത്തിരുന്നു. ഈ സമയം അമീർ സർവ്വശക്തിയും എടുത്ത് തുഴഞ്ഞു. നേരം വെളുക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കരയിൽ എത്തിപ്പെടാൻ സാധിക്കണമെന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് ദൂരെ മാറി ഒരു വെളിച്ചം അവൻ കണ്ടത്. ലൈറ്റ് ഹൗസിലെ വെളിച്ചം അവനെ കടന്നുപോയി. അവൻ്റെ കണ്ണുകൾ വരുന്നു. ഇതാ, താനൊരു ദ്വീപിലെത്തിയിരിക്കുന്നു. അതെ, ഇതത് തന്നെ, കവരെത്തി. അവൻ കൈകൾ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നോക്കി. പരമകാരുണികനായ അള്ളാഹുവിനെ സ്തുതിച്ചു. പിന്നെ സന്തോഷത്തോടെ തുഴയാൻ ഒരുങ്ങിയതും ഒരു ബോട്ടിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കി. അത് കണ്ടതും അവൻ സ്തംഭിച്ച് നിന്നുപോയി. ബോട്ടിൽ തൻ്റെ ആളുകൾ തന്നെ. അവൻ വേഗത്തിൽ തുഴയാൻ നോക്കിയും ബോട്ട് അവന് മുന്നിൽ കൊണ്ടു നിർത്തി. അവർ കോപത്തോടെ അവന് നേരെ ചീറി. കൂടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയ നീ ചതിയാ? സലീം അലറിക്കൊണ്ട് ചോദിച്ചു. സലീം, എന്നെ ഒന്നും ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് ഒരാളെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ എനിക്ക് സാധിക്കില്ല. പടച്ചോണ്ട് നിരക്കാത്ത പണിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇനിയും വയ്യ എനിക്ക്. ഞാൻ പോയിക്കോട്ടെ. നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ താവളത്തെക്കുറിച്ചോ ഒരാളോട് ഒന്നും പറയൂല. എന്നെ വെറുതെ വിട്. വിശ്വസിക്ക്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിശ്വസിക്കാനോ? നിന്നെയോ? ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു വാക്കുപോലും പറയാതെ പോയി നിന്നെ വിശ്വസിക്കാനോ? ഇല്ല. വഞ്ചനയ്ക്ക് ശിക്ഷ മരണമാണ്. അതും പറഞ്ഞ് സലീം ഉറയിൽ നിന്നും വലിയ വാളെടുത്ത്. അതുകണ്ട് അവൻ ഞെട്ടി. സലീം, അരുത്, പടച്ചോനെ വിചാരിച്ചാൽ ചെയ്യരുത്. അവൻ കരഞ്ഞു. പക്ഷെ സലീം അത് കേട്ടില്ല. കണ്ണുകൾ ഇറുകി അടച്ച് അവൻ അമീറിനെ ആഞ്ഞു വെട്ടി. അവൻ അലറി വിളിച്ചു. കടൽക്കരയിൽ ഇരിക്കുകയായിരുന്ന മീനു എന്തോ ശബ്ദം കേട്ട് നോക്കി. കടലിൽ അങ്ങ് അകലെ ഒരു ബോട്ടിൽ വന്നവർ ഒരുവനെ ആക്രമിക്കുന്ന ആ രംഗം കണ്ട് അവൾ ഞെട്ടി. നജീബ്, അത് നോക്കി. അവൾ ചൂണ്ടിയെടുത്തേക്ക് അവൻ നോക്കി. ഈ രംഗം കണ്ട് അവന് നടുങ്ങി. റബ്ബേ, എന്താ അത്? അവൻ ചോദിച്ചു. ഈ സമയം വെട്ടേറ്റ അമീർ നിലവിളിക്കവേ സലീം കാലുയർത്തി അവനെ ചവിട്ടി. അവൻ കടലിലേക്ക് പതിച്ചു. ബോട്ട് തിരികെ, അവൻ പറഞ്ഞു. ബോട്ട് വന്നതുപോലെ തിരിച്ചുപോയി. നജീബ്, എന്ത് ചെയ്യുക? വേഗം അയാളെ രക്ഷിക്കാൻ നോക്കൂ, മീന് പറഞ്ഞു. അയ്യോ, നീന്തൽ ഞാനത്ര എക്സ്പേർട്ടൊന്നുമല്ല. മാത്രമല്ല ഇവിടെ നീന്താൻ കുറച്ച് ചങ്കൂറ്റം വേണം, ആഴമുണ്ട്, അവൻ പറഞ്ഞു. മീനാകെ വല്ലാതെ. പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ കടലിലേക്ക് എടുത്ത് ചാടി. നജീബ് അമ്പരത്ത് നിന്ന് പോയി. മീനു, എന്താ നീ കാണിക്കുന്നേ? അവൻ ചോദിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ആ ആൾ വീണ ഭാഗത്തേക്ക് അവൾ ആവേശത്തോടെ നീന്തി. നജീബ് അത് കണ്ട് അന്തം വിട്ട് നിന്നുപോയി. എന്തോ നീ കാണുന്നേ? ഈ കൊച്ചിന് നീന്താൻ അറിയാമോ? അവൻ വായും പൊളിച്ച് നിൽക്കവേ അവൾ നീന്തി അമീർ വീണ സ്ഥലത്തെത്തി. കടലിനടിയിലേക്ക് മുങ്ങിയ അവനെ പൊക്കിയെടുത്ത് തിരികെ നീന്തി. കടലിലെത്തി നജീബ് ഓടിച്ചെന്ന് ഇരുവരെയും കരയിൽ കയറ്റി. മീനു കരയിൽ ഇരുന്ന് കിതച്ചു. തനിക്ക് ഇത്ര നന്നായി നീന്തലറിയാമോ? അവൻ ചോദിച്ചു. എൻ്റെ കാര്യം വിട്, ആദ്യം അയാളുടെ കാര്യം നോക്ക്. ഓ, പറഞ്ഞ പോലെ ഇതുവരെ അവനെ തട്ടി വിളിച്ചു. അവനന്ന് ഞരങ്ങി. ഭാഗ്യം, ജീവനുണ്ട്, നജീബ് ആശ്വാസത്തോടെ പറഞ്ഞു. നോക്കി നിൽക്കാതെ പിടിക്ക്, നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാം, മീനു പറഞ്ഞു. ഇരുവരും ചേർന്ന് അവനെ ആശുപത്രിയിൽ എത്തിച്ചു. ധാരാളം രക്തം പോയതിനാൽ മീനു തന്നെ അവന് രക്തം നൽകി. ആശുപത്രി കോറിഡോറിൽ നജീബും മീനുവും ഇരുന്നു. അപ്പോൾ അലക്സ് അവിടേക്ക് വന്നു. അലക്സിനെ കണ്ടു മീനു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. എന്താ മീനു, എന്താ നിനക്ക് പറ്റിയത്? അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എനിക്കിത് പറ്റാൻ എനിക്കൊരു കുഴപ്പമില്ല, അവൾ പറഞ്ഞു. പിന്നെ ഇവിടെ? അവൻ സംശയത്തോട് ചോദിച്ചു. അത് ഇന്ന് പുലർച്ചയ്ക്ക് കടൽത്തീരത്തേക്ക് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കടലിൽ വെച്ച് സംഘം ചേർന്ന് ഉപദ്രവിക്കുന്നത് കണ്ടു. ഞങ്ങൾ അവനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു, മീനു പറഞ്ഞു. അത് കേട്ട് അവൻ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ നീ ആശുപത്രിയിലാണെന്ന് നജീബിൻ്റെ ഉമ്മ പറഞ്ഞു. അത് കേട്ട് ഞാനൊന്ന് പേടിച്ചു, അതാ ഓടി വന്നത്. കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞല്ലോ, ആശ്വാസം, അലക്സ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. മൂവരും ഡോക്ടറെ നോക്കി. ഡോക്ടറെ, അയാൾക്ക് എങ്ങനെയുണ്ട്? നജീബ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, മുറിവ് ആഴത്തിലുള്ളതല്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ അയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമോ? നജീബും മീനും പരസ്പരം നോക്കി. ഇല്ല ഡോക്ടറെ, കടലിൽ വെച്ച് അയാൾ ആരൊക്കെ ചേർന്ന് വെട്ടുന്നതാ ഞങ്ങൾ കണ്ടത്. അപ്പോൾ തന്നെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ, മീനു പറഞ്ഞു. ഏതായാലും ഈ കരയിലെങ്ങുമുള്ള ആളല്ല, പുറത്തു നിന്നുള്ള ആളാണ്, നജീബ് പറഞ്ഞു. അത് കേട്ട് അലക്സിൻ്റെ നെറ്റിച്ചുളിഞ്ഞ് അവനെന്തോ പന്തികേട് തോന്നി.
ഞങ്ങൾക്ക് ആളെ കാണാമോ ഡോക്ടറെ? മീനു ചോദിച്ചു. അതിനെന്താ, പോയി കണ്ടോളൂ. അതും പറഞ്ഞ് ഡോക്ടർ നടന്നു. മീനുവും നജീബും അകത്തേക്ക് നടന്നു. ഒപ്പം അലക്സും. മൂവരും അമീറിൻ്റെ അരികിലെത്തി. അവൻ നല്ല മയക്കത്തിലായിരുന്നു. കണ്ടിട്ടേതോ നല്ല കുടുംബത്തിലെ പയ്യനാണെന്ന് തോന്നുന്നു. പാവം, എന്തിനാണാവോ അവരെ ഇവനെ ഉപദ്രവിച്ചത്? മീനു പറഞ്ഞു. അലക്സ് അവനെ സൂക്ഷിച്ചു നോക്ക്. കാണുന്ന കാഴ്ചയിൽ അവനൊരു കുഴപ്പക്കാരനായി തോന്നുന്നില്ല. അലക്സ് മനസ്സിലോർത്ത്. പെട്ടെന്ന് അവനൊന്ന് ഞരങ്ങി. പതിയെ കണ്ണു തുറന്നു. മുന്നിൽ അപരിചിതമായ 3 മുഖങ്ങൾ കണ്ട് അവനൊന്ന് ഞെട്ടി. മീനു അവൻ്റെ അരികിലിരുന്നു. ഭയപ്പെടേണ്ട, ഇത് ആശുപത്രിയാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ മുറിവാ. അത് പെട്ടെന്ന് മാറിക്കോളും, അവൾ പറഞ്ഞു. അത് കേട്ട് അവന് കുറച്ച് ആശ്വാസമായി. അവർ തൻ്റെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ് എന്ന് മനസ്സിലായതോടെ അവൻ്റെ മുഖത്തെ പേടിയൽപ്പം മാറി. ഞാൻ എവിടെ? ഞങ്ങളെ എത്തിച്ചത്. തക്ക സമയത്ത് ആ കടൽ തീരത്ത് ഞങ്ങളുണ്ടായിരുന്നത് കൊണ്ട് രക്ഷയായി, നജീബ് പറഞ്ഞു. ഒത്തിരി നന്ദി എന്നെ രക്ഷിച്ചതിന്, അവൻ പറഞ്ഞു. നന്ദി എന്നോടല്ല, ദേ ഇയാളോടാ പറയേണ്ടത്. ഇയാളാ കടലിലേക്ക് എടുത്തു ചാടി നീന്തി വന്ന് നിന്നെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്നതും ബ്ലഡ് തന്നതെല്ലാം, മീനുവിനെ ചൂണ്ടി നജീബ് പറഞ്ഞു. അവൻ നന്ദിയോടെ അവളെ നോക്കി. അപ്പോഴാണ് അവൻ അലക്സിനെ കണ്ടത്. അവനെ കണ്ടതും അമീർ ഒന്ന് ഞെട്ടി. ഇത് അവസാൻ്റെ കൂടെ ഫോട്ടോയിൽ കണ്ട ആളല്ലേ? അതിർപ്പിനെ പിടികൂടാനായി തിരിച്ചറിയാൻ അവൻ അറിയാതെ അവൻ്റെ ഫോട്ടോ അവർ എടുത്തിരുന്നു. അന്ന് കൂട്ടത്തിൽ അലക്സും പെട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് അമീർ അവനെ തിരിച്ചറിഞ്ഞത്. അവൻ ആകെ പതറി. അലക്സ് മുന്നോട്ട് വന്നു. എന്താ തൻ്റെ പേര്? അവൻ ചോദിച്ചു. അത് അമീർ, അവൻ വിക്കി പറഞ്ഞു. എവിടെയാ തൻ്റെ സ്വദേശം? അത് കാസർഗോഡ്. അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. കാസർഗോഡോ? നീ എങ്ങനെ കടലിലെത്തി? ആരാ നിന്നെ ഉപദ്രവിച്ചത്? അവൻ ചോദിച്ചു. അത് എനിക്കറിയില്ല സാർ. നീ കടലിലെത്തിയ കാര്യമാണോ അതോ ഉപദ്രവിച്ചിട്ട് കാര്യമാണോ അറിയാത്തത്? അത് ഉപദ്രവിച്ചവർ. നീ എങ്ങനെ കടലിലെത്തി അത് പറ. അവൻ ഉമിനീരൊക്കെ. എന്ത് പറയും? അവൻ ആലോചിച്ചു. അത് എനിക്ക് കപ്പലിലായിരുന്നു ജോലി. ഉമ്മാക്ക് സുഖമില്ലാതായെന്ന് വിവരം കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോകാൻ നോക്കിയതാ. ലീവ് തന്നില്ല. അതുകൊണ്ട് അവിടുന്ന് ഒളിച്ചു പോന്നതാണ് ഞാൻ. ആ ഉപദ്രവിച്ചവർ ആരാണെന്ന് എനിക്ക് അറിയില്ല സാർ, അവൻ പറഞ്ഞു. അലക്സ് അവനെ നോക്കി. ഇത് സത്യമാവാനാ സാധ്യത സാർ. മത്സ്യബന്ധനത്തിൽ പോയ 2 ബോട്ടിലെ ആൾക്കാരെ ഇന്നലെ കടലിൽ വെച്ച് ചിലർ ആക്രമിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ പിടിച്ചു മേടിച്ചത്രേ, നജീബ് പറഞ്ഞു. കടൽക്കൊള്ളക്കാർ വീണ്ടും ഇറങ്ങിയല്ലേ? രാത്രി പെട്രോളിംഗ് ശക്തമാക്കാൻ പറയണം, അലക്സ് പറഞ്ഞു. എന്നാൽ ശരി മീനു, ഞാൻ ഇറങ്ങിയ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അലക്സ് പറഞ്ഞു. മീനു തലയാട്ടി. അവൻ പുറത്തേക്ക് നടന്നു. അമീർ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. ഉച്ചയായപ്പോൾ അമീർ പതിയെ എഴുന്നേറ്റിരുന്നു. ഇട്ടിടത്ത് നല്ല വേദനയുണ്ട്. അവൻ ചുറ്റുമൊന്ന് നോക്കി. ആശുപത്രി സൗകര്യങ്ങളൊക്കെ കുറവാണ്. വാർഡിലാണ് അവൻ കിടക്കുന്നത്. അവിടെ 1-2 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചോനെ, ഇനി ഇവിടെ നിന്ന് എങ്ങനെ നാട്ടിലേക്ക് പോകും? താൻ ജീവിച്ചിരിക്കുന്ന കാര്യം അവർ അറിഞ്ഞു കാണില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ വന്നേനെ തൻ്റെ ജീവൻ എടുക്കാനായി. ഇനി എന്തായിരിക്കും? അവൻ ഓരോന്നോർത്ത് കിടന്നു. അപ്പോൾ ഒരു സഞ്ചിയും തൂക്കിപ്പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവൻ അരികിലേക്ക് വന്നു. അവൻ അവളെ നോക്കി. തന്നെ രക്ഷിച്ച കുട്ടി തന്നെ. അവനൊന്ന് പുഞ്ചിരിച്ചു. ഉണർന്നോ? ഇപ്പം എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ചെറുതായിട്ട്. മുറിവ് ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടെന്ന ഡോക്ടർ പറഞ്ഞത്. ആഴത്തിലായിരുന്നെങ്കിൽ ആൾ ബാക്കി കാണില്ലായിരുന്ന ഡോക്ടർ പറഞ്ഞത്. അവൾ സഞ്ചി മേശമേൽ വെച്ചു. അതിൽ നിന്ന് 2 പാത്രം പുറത്തെടുത്ത് വെച്ചു. എന്താ അത്? അത് ശരി, ഒന്ന് കഴിക്കണ്ടേ ഇയാൾക്ക്? അവൾ പാത്രം തുറന്ന് പ്ലേറ്റിലേക്ക് കഞ്ഞി വിളമ്പി അവന് നേരെ നീട്ടി. ഇതാ പൊടിയരി കഞ്ഞിയാ, കുടിച്ചോളൂ. അവൻ പാത്രത്തിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ കരയുന്നത്? കഴിക്ക്. അവനത് വാങ്ങി കുടിച്ചു. ഇടയ്ക്ക് കണ്ണുകൾ തുടച്ചു. എന്തിനാ അമീർ കരയുന്നത്? സന്തോഷം കൊണ്ട് ചേച്ചി. ആരുമല്ലാതായിരുന്നിട്ടും എന്നെ രക്ഷിച്ചില്ലേ? എനിക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം തന്നില്ല. എനിക്ക് പറയാനാവാതെ അവൻ വിങ്ങിപ്പൊട്ടി. അവൾ പുഞ്ചിരിച്ചു. ഇതിന് നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ്. നാമെല്ലാം ഈ ഭൂമിദേവിയുടെ മക്കളാണ്. പിന്നെ ഒരു ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മം മറ്റൊന്നില്ലല്ലോ. അതിന് പ്രതിഫലമായി ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെടുക്കാതെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ തന്നാൽ മതിയായിരുന്നു. എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൾ പറഞ്ഞു. അത് കേട്ട് അവൻ മുഖമുയർത്തി അവരെ നോക്കി. ചോദിക്കാൻ മറന്നു, ചേച്ചിയുടെ പേരെന്താ? അവൻ ചോദിച്ചു. മിഥില. മീനു എന്ന് വിളിക്കും.
ആ പേര് കേട്ടതും അവൻ്റെ കണ്ണുകൾ കൊഴിഞ്ഞു. ഇവിടെ അടുത്താണോ ചേച്ചിയുടെ വീട്? ഞാനീ നാട്ടുകാരിയല്ല, ഇവിടെ ഒരാവശ്യത്തിന് വന്നതാണ്. അത് ശരി, ടൂറിന് വന്നതാണോ? അല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാതായിട്ട് കുറച്ച് നാളായി. അദ്ദേഹത്തെക്കുറിച്ച് അറിയാനാണ് ഞാൻ വന്നത്. മീനു പറഞ്ഞു. അമീറിൻ്റെ നെഞ്ചൊന്ന് കാറി. ആരാ അത്? അവൾ അവനെ ഒന്ന് നോക്കി. എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ എല്ലാമാണ്, എൻ്റെ ജീവനും ജീവിതവുമാണ്. അവൾ കണ്ണുകൾ തുടച്ചു. അമീർ ഒന്ന് വല്ലാതായി. എന്താ കരയുന്നത്? ആൾക്ക് എന്താ പറ്റിയത്? അറിയില്ല, എല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുള്ള എൻ്റെ അപ്പുവേട്ടൻ, എന്നിട്ടും എന്ത് ഈ ഗതി വന്നതെന്ന് മനസ്സിലാവാത്തത്. ഒരു തീവ്രവാദിയെ പിടിച്ചതിൻ്റെ പേരിൽ അയാളുടെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുക എൻ്റെ അപ്പുവേട്ടനെ. സർവ്വനാടുകളും തളരുന്നത് പോലെ തോന്നി അമീറിന്. അപ്പോൾ ഇത് അതോർ സാർ പറയാറുള്ള ആ കുട്ടിയാണ്, സാറിൻ്റെ മീനു. ദൈവമേ, ഇതെന്ത് പരീക്ഷണം! എന്തിനാ എന്നെ ഈ കുട്ടിയുടെ മുന്നിൽ എത്തിച്ചത്? അവൻ വേദനയോടെ മനസ്സിലോർത്തു. മീനു തുടർന്നു. എൻ്റെ അപ്പുവേട്ടനെ കൊന്നുകളയെന്ന അവർ പറയുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ ഞാനും ഈ ഭൂമിയിലുണ്ടാവില്ല. മരിക്കാനായാലും ജീവിക്കാനായാലും ഒന്നിച്ച് മതിയെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരാണ് ഞങ്ങൾ. ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലാച്ചാൽ വേണ്ട, ഒന്നിച്ച് മരിക്കാനെങ്കിലും കഴിഞ്ഞാൽ മതി. കരഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഓടി. അമീറിന് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അവൻ ഭക്ഷണം മേശപ്പുറത്ത് വെച്ചു. പഠിച്ചവനെ, ഞാൻ എന്താ ചെയ്യേണ്ടേ? മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ ചേച്ചിയാണ്. ആ ചേച്ചിയോട് സത്യം പറയാതിരിക്കാനാവുമോ? അത് നന്ദികേടല്ലേ? പഠിച്ചവനെ കാക്കണേ, അവൻ മനമൊരുക്കി പറഞ്ഞു. അമീറിന് മുറിവ് ഏകദേശം ഉണങ്ങി തുടങ്ങി. വൈകാതെ തന്നെ ആശുപത്രി വിടാമെന്ന് ഡോക്ടർ പറഞ്ഞു. അമീർ, നീ പോലീസ് സ്റ്റേഷൻ വരെ പോകണം. അവർക്ക് ചിലതൊക്കെ ചോദിക്കാനും മറ്റുമൊക്കെ ഉണ്ട്. അതിനുശേഷം മാത്രമേ നിനക്ക് ദ്വീപ് വിടാൻ പറ്റൂ. നജീബ് പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഒന്ന് വിരണ്ടു. പഠിച്ചോനെ, എന്താ ചെയ്യുക? അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? ഏത് കപ്പലിലായിരുന്നു ജോലി ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ എന്തോ ചെയ്യും? അവൻ ആവലാതിയോട് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവന് എന്തോ ഭയമുണ്ട് എന്ന് മനസ്സിലാക്കി മീനു അലക്സിൻ്റെ സഹായം തേടി. അലക്സിൻ്റെ കൂടെ അവൻ സ്റ്റേഷനിൽ പോയി. അവൻ കൊടുത്ത അഡ്രസ്സ് വെച്ച് നാട്ടിൽ അന്വേഷിച്ച് അവൻ പറഞ്ഞതൊക്കെ വാസ്തവമാണ് എന്ന് ബോധ്യപ്പെട്ടതോടെ പ്രശ്നങ്ങൾ തീർന്നു. അങ്ങനെ അവന് നാട്ടിലേക്ക് പോകാമെന്നായി. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ താൻ പോവുകയാണ് തൻ്റെ നാട്ടിലേക്ക്. രാത്രി കിടന്നിട്ടും അവന് ഉറക്കം വന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നല്ല തണുത്ത കാറ്റേറ്റ് അവൻ കടൽ തീരത്ത് കൂടി നടന്നു. അപ്പോഴാണ് തീരത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെൺകുട്ടി അവൻ കണ്ടത്. അവൻ സംശയിച്ചു, ആരാ ഇത് ഈ സമയത്ത് ഇവിടെ? അവൻ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെന്നു. മീന് ഫോണിൽ മിത്രയോട് സംസാരിക്കുകയായിരുന്നു. ചേച്ചി, ഞാൻ അലക്സൈഡിനോട് എല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. നാളെ മറ്റന്നാളോ ഞാൻ അങ്ങോട്ട് വരും, മിത്ര പറഞ്ഞു. അത് വേണ്ട മോളെ, നീ കൂടി വന്ന പാർവതി അമ്മയുടെയും വിലങ്ങുന്നതിൻ്റെ കാര്യം ആര് നോക്കും? അവർക്ക് കൂടി ആശ്വാസം അവർക്ക് ആകെ ആശ്വാസം നീയാ. നീ കൂടി അവിടെ ഇല്ലെങ്കിൽ അതൊന്നും ഇല്ല ചേച്ചി. അവർക്കിവിടെ കൂട്ടായി അമ്മാവനും അമ്മായിമാരും ഇല്ലേ? അവിടെ ചേച്ചി തനിച്ചല്ലേ? എനിക്കറിയാം ചേച്ചിയുടെ മനസ്സ്. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ നാളെ അവിടേക്ക് വരും, മിത്ര തറപ്പിച്ച് പറഞ്ഞു. മീനു എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി നിന്നു. ചേച്ചി, അമീറിൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ അമീർ. അവൾ ഫോൺ കട്ട് ചെയ്തു. എന്താ ഈ സമയത്ത് ഇവിടെ? അമീർ ചോദിച്ചു. ഒന്നുമില്ല, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ. അപ്പോഴാണ് നാട്ടിൽ നിന്ന് അനിയത്തിയുടെ ഫോൺ വന്നത്. അവൻ നാളെ ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. പാവം, എൻ്റെ കാര്യം ഓർത്ത് പേടി അവൾക്ക്, ഞാൻ എന്തെങ്കിലും അവിവേകം ചെയ്യുമെന്നും. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ ചേച്ചി, സ്വന്തം കൂടപ്പിറപ്പിന് എന്തെങ്കിലും പറ്റുമെന്ന് ഓർത്താൽ പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അവൾ പുഞ്ചിരിച്ചു. മിത്ര എൻ്റെ അനിയത്തിയല്ല, അപ്പേട്ടൻ്റെ അമ്മായിയുടെ മോളാ. ഞാനും അപ്പേട്ടനും എന്ന് വെച്ചാൽ ജീവൻ അവൾക്ക്. അപ്പേട്ടനെ കാണാനില്ല എന്ന് അറിഞ്ഞത് മുതൽ കളിച്ചില്ലായിരുന്നു അവരും അവൾ മാത്രം. ഞങ്ങളുടെ നാട് മുഴുവനും കരച്ചിലായിരുന്നു. നാടിൻ്റെ വിളക്കേണ്ട അപ്പേട്ടൻ. ആ വിളക്ക ഇപ്പോൾ. അവൾ ഒന്നേങ്ങി. അമീർ ഒന്ന് വല്ലാതായി. സ്വന്തം മകന് എന്തു പറ്റിയെന്നറിയാതെ ജീവിച്ചപ്പം പോലെ കഴിയുന്ന 2 ആത്മാക്കളുണ്ട് തറവാട്ടിൽ. ആ പോയിട്ടിൻ്റെ അച്ഛനും അമ്മയും. ആറ്റുനോട്ട് കിട്ടിയ മോന ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാതെ തട്ടിക്കൊണ്ടുപോയവർ അപ്പേട്ടിനെ കൊല്ലാക്കൊല ചെയ്യുകയാണോ? സമയത്ത് വല്ലത് കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ? അതോ പട്ടിണിയാണോ? ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പറ്റ് കഴിക്കാൻ വയ്യ എനിക്കും. അത് പറഞ്ഞ് മീനു കരഞ്ഞു. അമീർ അതുകൊണ്ട് വല്ലാതായി. ചേച്ചി വിഷമിക്കാതെ ഇരിക്കെ, അവിടെ സാറിന് ഒരു കുഴപ്പമില്ല. സമയത്ത് ഭക്ഷണമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. 25-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഞാൻ രക്ഷപ്പെട്ടതുപോലെ ഒരു നാളിൽ അതർ സാറിന് രക്ഷപ്പെടാൻ സാധിക്കും.
അവൻ ഒരൊഴുക്കിന് പറഞ്ഞതും അബദ്ധം പിഴഞ്ഞതുപോലെ ഞെട്ടിത്തരിച്ചു നിന്നു. മീനുവുമാകെ തരിച്ചു നിന്നു. അവൾ മുഖം തിരിച്ച് അവനെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ട് അവൻ പതറി. അത് നിനക്കെങ്ങനെ അറിയാം? എൻ്റെ അപ്പേട്ടനെ നിനക്കറിയുമോ? അത് ചേച്ചി ഞാൻ അവൻ കിടന്ന് പരിങ്ങി. അതുകൊണ്ട് മീനുവിൻ്റെ സംശയം ഇരട്ടിച്ചു. സത്യം പറ, നീ ആരാ? നിനക്ക് എൻ്റെ അപ്പേട്ടനെ കുറിച്ച് എന്തു അറിയാം? മര്യാദക്ക് പറഞ്ഞോ, ഇല്ല ഞാനിപ്പം അലക്സീനെ വിളിക്കും. അത് കേട്ടതും അവൻ കിടുങ്ങി. അവൻ അവളുടെ കാലിൽ വീണു. അയ്യോ ചേച്ചി, അലക്സാറിനെ വിളിക്കല്ലേ, ഞാൻ എല്ലാം പറയാം അവൻ പറഞ്ഞു. എന്നാ പറ, മീനു പറഞ്ഞു. അവനൊന്ന് ഉമിനീരിറക്കി. മീനു അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. തുടരും.